അള്ളാഹുവിന്റെ മാത്രം വിശേഷണങ്ങളെയും അവർ സൃഷ്ടികളിൽ ആരോപിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ ലോകത്തിന്റെ നിയന്താവ് അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനല്ല ലോകം നിയന്ത്രിക്കുന്നത് വേറെ ചില ആളുകളാണെന്ന സങ്കല്പം വന്നു. ഈ ലോകം നിയന്ത്രിക്കുന്നത് ചില മഹാത്മാക്കളാണെന്ന സങ്കല്പം വന്നു. മുഴുവൻ കാര്യങ്ങളും അവരാണത്രേ നിയന്ത്രിക്കുന്നത് എന്ന പൊട്ടത്തരം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. പ്രപഞ്ചത്തെ സന്തുലിതമായി നിലനിർത്തുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ കൂട്ടിമുട്ടി തകരാതെ, അതേ കൃത്യമായി ഈ ലോകം നശിക്കാതെ ഈ പ്രപഞ്ചം ഇങ്ങനെ അതിൻ്റെതായ ശരിയായ റൂട്ടിലൂടെ അതിനെ നിലനിർത്തുന്നത് മഹാത്മാക്കളാണെന്ന പ്രചരണമുണ്ടായി. ഭൂമിയിൽ മഴ വർഷിപ്പിക്കുന്നത് മഹാത്മാക്കളാണെന്ന പ്രചരണമുണ്ടായി. സസ്യലതാദികളെ മുളപ്പിച്ചുകൊണ്ട് മാനവ സമൂഹത്തിന് ആവശ്യമായ അന്നം നൽകുന്നത് മഹാത്മാക്കളാണെന്ന പ്രചരണമുണ്ടായി. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പേരിൽ നാം കെട്ടിവെക്കുന്നതല്ല. പച്ച മലയാളത്തിൽ നമ്മുടെ കേരളക്കരയിലേക്ക് എഴുതിവിട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ അവരതാ സമൂഹത്തോട് പറയുന്നു, ഓരോ കാലഘട്ടത്തിലും ഈ ലോകത്ത് ഓരോ കുത്തുബുകൾ ഉണ്ടാകും. കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം. ആ കുത്തുബ് ഓരോ കാലത്തും ഓരോ സമാനിലും ഒരു സമാനിൽ ഒരാളെ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹമാണത്രേ ലോകം കൺട്രോൾ ചെയ്യുന്നത്, അദ്ദേഹമാണത്രേ സസ്യലതാദികൾ മുളപ്പിക്കുന്നത്, അദ്ദേഹമാണത്രേ മഴ പെയ്യിക്കുന്നത്, അദ്ദേഹമാണത്രേ ലോകത്തിനാവശ്യമായ അന്നം നൽകുന്നത്, അദ്ദേഹമാണത്രേ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തകരാറിലാവാതെ നിലനിർത്തുന്നത്. ഇന്നാലില്ലാഹ്. അതേ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള വിശ്വാസം ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നു. അതിനവർ ചില മഹാത്മാക്കൾക്ക് ചില പ്രത്യേകമായ സ്ഥാനപ്പേരുകൾ കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹ് ഇതിനൊന്നും ഒരു തെളിവും ഇറക്കിയിട്ടില്ല. ഇയത്തബിഊന ഇല്ലല്ലന്ന, ഊഹത്തെ പിന്തുടരുകയല്ലാതെ ഈ കൂട്ടർ ചെയ്യുന്നില്ല. വമാ തഹ്വൽ അൻഫുസ്, അവരവർക്ക് തോന്നിയത് അവർ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അവർ വിശ്വസിക്കേണ്ടത് അതല്ലല്ലോ, ഊഹങ്ങളല്ലല്ലോ, കെട്ടുകഥകളല്ലല്ലോ, പ്രമാണമല്ലേ വിശ്വസിക്കേണ്ടിയിരുന്നത്. കാരണം വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ, തീർച്ചയായും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്ക് സന്മാർഗം വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. ആ സന്മാർഗത്തെ സ്വീകരിക്കാതെ സമൂഹത്തിലേക്ക് ആരോ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹ് ഇവിടെ ഖുതുബുൽ അഖ്താബിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഗൗസുൽ ആലമീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അബ്ദാലികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഔതാദുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഇവര് നിശ്ചയിച്ചിട്ടുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ ഖുർആനിലുള്ളതല്ല, ഹദീസുകളിൽ വന്നതല്ല. തോന്നിയതുപോലെ ചില ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന്റെ മേൽ കെട്ടിവെച്ചതാണ്. അങ്ങനെ ഓരോ കാലത്തും ലോകത്തെ നിയന്ത്രിക്കാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഖുതുബിന്റെ നേതൃത്വത്തിൽ ഒരു വമ്പിച്ച സംഘം തന്നെ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അന്ധവിശ്വാസവും കെട്ടുകഥയും പ്രചരിപ്പിച്ചപ്പോൾ സമൂഹത്തിന് മനസ്സിലായി, തന്റെ കാര്യങ്ങൾ ചോദിക്കാൻ, തനിക്ക് കാര്യം നേടാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിനോട് പറയലല്ല. അള്ളാഹുവോട് പറയുന്നത് കൊണ്ട് കാര്യം പെട്ടെന്ന് കിട്ടും എന്ന ഉറപ്പില്ല. മാത്രമല്ല, മുഹീദ്ദീൻ മാലക് വ്യാഖ്യാനം എഴുതിയ കേരളത്തിലെ ഒരു ഫൈസി, ആ മുഹീദ്ദീൻ മാല വ്യാഖ്യാനത്തിൽ അദ്ദേഹം പച്ചയായി എഴുതി. എന്താ പച്ചയായി എഴുതിയത്? മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മുസ്ലിമേ, വളരെ ഗൗരവത്തോടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകമാണ്. എന്തേ ഇവിടെ തൗഹീദിൽ നിന്ന്? ഞങ്ങളുടെ തൗഹീദ് അചഞ്ചലമാണ്. മുജാഹിദേ, നിന്റെ തൗഹീദ് പൊട്ടിപ്പോയി എന്ന് മറ്റുള്ള പല ദുഷ്പ്രചരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പലരും പ്രചരിപ്പിക്കുമ്പോൾ ആരുടെ തൗഹീദാ പൊട്ടിപ്പോയതെന്ന്, ആരാണ് തൗഹീദിൽ വെള്ളം ചേർത്തതെന്ന്,
ആരാണ് തൗഹീദിൽ അതേ ഇളകി ആടി കുതിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അറബിക് കിതാബിലെ ഉദ്ധരണിയല്ല എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത്. മുഹീദ്ദീൻ മാലക്ക് വ്യാഖ്യാനം എഴുതിയ ഫൈസി പറയുന്നു, മഹാത്മാക്കളെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹിനോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മറിച്ച് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. കണ്ടോ, ചോദിക്കുന്ന കാര്യം നേടാൻ ഏറ്റവും നല്ലത് എന്താ? മഹാത്മാക്കളോട് ചോദിക്കലാണ്. മഹാത്മാക്കൾ മുഖേന കാര്യം നേടുമെന്ന് ഉറപ്പുള്ളൂ എന്നയാൾ പറഞ്ഞത്. മറ്റേ കാര്യം നേടുമെന്ന ഉറപ്പില്ല, എത്തിയെങ്കിൽ എത്തിയില്ലെങ്കില്ല. അതാണ് മുമ്പൊരു ഫൈസി എന്ത് പറഞ്ഞത്, ഉദാഹരിച്ചു പറഞ്ഞത്. KSRTC-യിൽ പോയാലും ലക്ഷ്യസ്ഥാനത്തെത്തും, ബെൻസ് കാറിൽ പോയാലും ലക്ഷ്യസ്ഥാനത്തെത്തും. അള്ളാഹിനോട് ചോദിക്കുമ്പോ അത് KSRTC-യിൽ യാത്ര ചെയ്യും പോലെ എത്തിയ കാണാ, അത്ര സ്പീഡ് ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി കാര്യം നേടാൻ നല്ലത് ബെൻസാണ്. അതാണ് ഇവിടെ അള്ള നിശ്ചയിച്ച കുത്തുബുകൾ, അള്ള നിശ്ചയിച്ച അബ്ദാലുകൾ, നുഖബാവുകൾ, നുജബാക്കൾ. അതേ ആത്മാക്കളെ മാറ്റി നിർത്തി അല്ലാഹുവോട് നേരിട്ട് സഹായം ചോദിക്കുന്നത് കാര്യം നേടാൻ ഉറപ്പുള്ള സംഗതിയല്ല. അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണ്. കാരണം അതിലെ കാര്യം നേടുന്ന ഉറപ്പുള്ളൂ. മലയാളക്കരയിൽ മലയാളത്തിൽ എഴുതിവിട്ട ഈ വിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയ ആളുകളാണ് പറയുന്നത്, ഞങ്ങളുടെ തൗഹീദ് വളരെ ക്ലിയറാണ്. അതിനവർ സമൂഹത്തിന്റെ മുമ്പിലതാ ഇല്ലാത്ത പലതും സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർ കൊണ്ടുവരും. പുതിയ പുതിയ ആയത്തുകൾ നിർമ്മിക്കാൻ സാധ്യമല്ലെന്ന് വരുമ്പോൾ ഉള്ള ആയത്തുകളെ വക്രീകരിച്ച് ദുർവ്യാഖ്യാനിക്കും. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഭാവനകളും അവർ നെയ്തെടുക്കും. സമൂഹത്തിൽ ഇല്ലാത്ത പലതും അവർ മഹാത്മാക്കളെ കുറിച്ച് പറയും. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പ്രിയമുള്ളവരെ, അതേ ഈ കാണുന്ന സെൻസിംഗ് മാസിക AP ഭാഗം പുറത്തിറക്കിയിട്ടുള്ള പുതിയ സെൻസിംഗിൽ അതേ നമുക്കൊരു വാചകം വായിക്കാം. നോക്കണം നിങ്ങൾ, ഖുർആനിന്റെ നേരെ കൈക്രിയ നടത്താൻ ധൈര്യമുള്ള ഒരു കൂട്ടം പുരോഹിതന്മാരാണെന്ന് സമൂഹത്തിൽ പറയുന്നത്. ഞങ്ങളാണ് ഖുർആനിന്റെ സംരക്ഷകന്മാർ, ഞങ്ങളാണ് ഹദീസിന്റെ സംരക്ഷകന്മാർ. കണ്ടോ അവർ സമൂഹത്തിലേക്ക് എഴുതിവിടുന്നത്. നിങ്ങൾ പരിശോധിക്കണം, ഖുർആൻ എടുത്ത് പരിശോധിക്കണം. മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ സെൻസിംഗ് എന്ന് പറയുന്ന മാസികയിൽ 2013 ഫെബ്രുവരി ലക്കത്തിൽ വന്നിട്ടുള്ള ഒരു വരിയുണ്ട്, അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം. ശരിക്ക് ശ്രദ്ധിച്ചോ, അല്ല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല എന്ന ഖുർആൻ വാക്യം. എവിടെയാ അങ്ങനെ ഒരു ഖുർആൻ വാക്യം? എന്താണ് ഖുർആൻ വാക്യം? അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന ഖുർആൻ വാക്യം. ചോദിക്കണം, ഈ സെൻസിങ് കാണിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിയാക്കളോട് ചോദിക്കണം, ഓ മുസ്ലിയാരേ, ഇതാ പരിശുദ്ധ ഖുർആൻ, ഇതാ ഞങ്ങളോടുന്നതും നിങ്ങളോടുന്നതും വരെ ഖുർആനല്ലേ? ആ ഖുർആനിൽ ഈ അർത്ഥം വരുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏത് സൂറത്തിലാണ് മുസ്ലിയാരേ? ആയത്തിന്റെ നമ്പർ ഒന്ന് പറയൂ, സൂറത്തിന്റെ പേരൊന്ന് പറയൂ, ഒന്ന് ചോദിച്ചു നോക്കൂ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത ഒരു വാചകത്തിന്റെ അർത്ഥമാ കൊടുത്തിട്ടുള്ളത്. നോക്കണം, എന്തിനാ? ആത്മാക്കൾ അല്ല സ്നേഹിച്ച ആളുകൾ മരിച്ചാലും അവരവിടെ തന്നെ ഫ്രഷ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ചോ, അവര് നിന്നെ കാണുകയാണ്, കേൾക്കുകയാണ്, നിന്നെ അറിയുകയാണ്. നീ അവരുടെ ഖബറിന്റെ സമീപത്തെത്തുമ്പോഴേക്ക് അതെ നീ എന്തിനു വേണ്ടി വന്നു എന്നവരറിയുന്നു. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസുനാ ഇദസ്തദ്ദത് അലൈനാ കറായിബു ലൈസ ഫീഹാ മൻ യഖീനാ. ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടിട്ട് മഹാത്മാക്കളായ ആളുകളെ, മഹാത്മാക്കളാണെന്ന് കരുതപ്പെടുന്നവരെ, വിളിക്കപ്പെടുന്നവരെ, വിശ്വസിക്കപ്പെടുന്നവരെ
അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറിന്റെ സമീപത്ത് പോയിട്ട് അവരെ സന്ദർശിക്കാൻ പോകുന്നു. സിയാറത്ത് എന്ന പേരിട്ടുകൊണ്ട് അല്ലാഹ് വിരോധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖബറുകളുടെ സമീപത്ത് നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹ് വിരോധിച്ച സംഗതികളാണ് നമുക്ക് മഹാഭൂരിപക്ഷവും കാണുന്നത്. അതേ അവസരത്തിൽ ഇസ്ലാം നമ്മോട് ഖബറിന്റെ സമീപത്തേക്ക് അടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖബർ ജീവിതത്തെ കുറിച്ചൊരു ഓർമ്മ നമുക്ക് വേണ്ടേ? എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാൻ ഒരു സ്ഥലമുണ്ടെന്ന ചിന്ത ജീവിതത്തിൽ വേണ്ടേ? ഈ ലോക ജീവിതത്തിന്റെ ശേഷം മരണാനന്തരം റബ്ബിന്റെ കോടതിയിലെത്തണമെന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണ്ടേ? വേണം സഹോദര. ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരണം. മരണത്തെ കുറിച്ച് ഓർക്കണം. അതല്ലേ നമ്മുടെ നേതാവ് നമ്മോട് ആവശ്യപ്പെട്ടത്? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മനുഷ്യ, നിന്റെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഒക്കെ അടിവേര് മുറിച്ചു കളയുന്ന, നിന്റെ എല്ലാ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ. മരണബോധം നമുക്കുണ്ടാക്കുവാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് നമുക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് മരിച്ചു വിരിഞ്ഞ ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള ഖബറുകൾ പോയി കാണുക എന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അതാണ് ഇസ്ലാം നമുക്ക് പുണ്യകരമാക്കിയിട്ടുള്ള സിയാറത്ത്. ആ ഖബറിങ്കൽ ചൊല്ലുന്നു, അവർക്കായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഖബറിങ്കൽ നിന്ന് അതപോടെ മാറി നിൽക്കുന്നു. ഖബറിന്മേൽ ചവിട്ടാൻ പാടില്ല, അതിന്മേൽ ഇരിക്കാൻ പാടില്ല, അതിന്മേൽ കൈകൊണ്ട് തടവാൻ പാടില്ല, അതിന്മേൽ ചുംബനമർപ്പിക്കാൻ പാടില്ല, അതിന്മേൽ പട്ടുമൂടാൻ പാടില്ല, അതിന്റെ സമീപത്ത് വിളക്ക് കൊളുത്താൻ പാടില്ല. അതേ, അതൊരു ചാണിലപ്പുറം കെട്ടി ഉയർത്താനും പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ആരുടെ ഖബറാണെങ്കിലും അതേ ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്തപ്പെട്ടുകൂടാ. ഈ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ മഹാരഥന്മാരായ മൂന്ന് നേതാക്കളും അതേ അവരുടെ ഖബറുള്ള സ്ഥലമല്ലേ മദീനയിലുള്ള ആ സ്ഥലം. ആ ഖബർ കണ്ടവരായ മഹാന്മാര് പണ്ട് കാലം മുതലേ രേഖപ്പെടുത്തിയ സത്യമാണ്. ഞങ്ങൾ ആ ഖബറുകൾ കണ്ടപ്പോൾ ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്ര മഹാനാണെങ്കിലും ഒരു ഖബറും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടുകൂടാ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള സുന്നികൾ എന്നും ഞങ്ങളാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്നും ഞങ്ങൾ മാത്രമാണ് പിഴക്കാത്തവരെന്നും നിങ്ങളൊക്കെ പുത്തൻവാദികളാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെയാണ് ഇതിന് മാതൃക കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തൊരു ജാറവും ഉയർത്തപ്പെട്ടിട്ടില്ല. സ്വഹാബിമാരുടെ കാലത്തും ഒരു ജാറവും ഉയർത്തപ്പെട്ടിട്ടില്ല. അവിടങ്ങളിലൊന്നും ഒരു നേർച്ചയിടാൻ ഒരു പെട്ടി സ്ഥാപിച്ചിട്ടില്ല. അവരെവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ യാത്രയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇന്നിതാ കുഞ്ഞിപ്പള്ളിയിലേക്ക് പോകുന്ന, അതിലൂടെ പാസ് ചെയ്യുന്ന യാത്രക്കാരൻ അതെ അവിടേക്ക് പണമെറിയുന്നത് പോലെ ഒരു സ്ഥലത്തും അവർ പണമെറിഞ്ഞു പോയിട്ടില്ല. ഒരു സ്ഥലത്തേക്കും അവർ വഴിപാടർപ്പിച്ചിട്ടില്ല. ഒരു സ്ഥലത്തേക്കും അവര് നേർച്ച കൊടുത്തിട്ടില്ല. മറിച്ചവർ യാത്രാവാഹനത്തിൽ കയറിയിരുന്നാൽ ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അതേ ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന സർവശക്തനായ റബ്ബിനോട് അവർ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻളർ വസൂയിൽ മുൻഖലബി ഫിൽ മാലി വല്ലഹി. അല്ലാഹുവേ, വേദനാജനകമായ കാഴ്ചകളൊന്നും കാണാൻ ഇടവരരുത്. യാത്രയുടെ ദുർഘടതകളിൽ നിന്ന് നിന്നോട് കാവലി ചോദിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് യാത്രാവാഹനത്തിലേറി യാത്രയാകുമ്പോൾ റബ്ബിനോടാണ് കാവൽ ചോദിച്ചത്. റബ്ബിനോടാണ് കാവൽ ചോദിച്ചത്. സഹാബത്തും റബ്ബിനോടാണ് കാവൽ ചോദിച്ചത്. ഒരു സ്ഥലത്തും അവർ പണമെറിഞ്ഞില്ല, വഴിപാട് നേർന്നില്ല,
കാരണം അവർക്ക് കാവലിൽ അള്ളയാണ് കൂട്ടിനുള്ളത്. വീട്ടിൽ അവരുടെ മക്കളെ നോക്കാനും അള്ളയാണ്, കുടുംബത്തെയും ധനത്തെയും സംരക്ഷിക്കാനും അള്ളയാണ്. ആ തൗഹീദല്ലേ യാത്രക്കാരന്റെ ദുആയിൽ കേൾക്കുന്നത്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫതു ഫിൽ അഹ്ൽ. അല്ലാഹുവേ, യാത്രയിൽ നീയാണ് എൻ്റെ കൂട്ടുകാരൻ. വൽ ഖലീഫതു ഫിൽ അഹ്ൽ, ഞാൻ വിട്ടേച്ചു പോകുന്ന എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനും അവരുടെ കാര്യം നോക്കുന്നവനും നീയാണ് റബ്ബേ. സർവസ്ഥലത്തും റബ്ബിനോട് കാവൽ ചോദിക്കുന്ന, റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് സങ്കടം പറയുന്ന, റബ്ബിൽ മുഴുവനും സമർപ്പിക്കുന്ന, റബ്ബിൽ തവക്കുലാക്കുന്ന ആ ശരിയായ രൂപത്തിലുള്ള ഇസ്ലാമികമായ തൗഹീദിൽ നിന്ന് വിട്ടിട്ട് സിയാറത്ത്, ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് എല്ലാം മഹാത്മാക്കളിൽ അർപ്പിക്കുന്ന, അവരെ വിളിച്ച് സങ്കടം പറയുന്ന, അവരെ വിളിച്ച് പൊട്ടിക്കരയുന്ന, അവരുടെ ഖബറിന്റെ സമീപത്ത് പോയി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അവരെ അടക്കം ചെയ്യ സ്ഥലങ്ങൾ പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് ആദരിച്ച് പ്രത്യേകമായി ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായം. ഈ സമുദായം അവരെയാണ് നമുക്ക് നന്നാക്കാനുള്ളത് പ്രിയമുള്ളവരെ. മാത്രമല്ല, ഖബറിൽ കിടക്കുന്ന മഹാത്മാരായ ആളുകളെ മുൻനിർത്തി ആ സത്യം ചെയ്യുന്നത്. എന്താ സത്യം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും വല്ലാഹി അള്ളയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ എന്താ നമ്മുടെ വിശ്വാസം? ഞാൻ ആ പറഞ്ഞത് സത്യമാണെന്നതിന് എൻ്റെ റബ്ബ് സാക്ഷിയാണ്, എൻ്റെ റബ്ബ് അത് കേൾക്കുന്നു, എൻ്റെ റബ്ബ് അത് കാണുന്നു, എൻ്റെ റബ്ബ് അതിന് സാക്ഷിയാണ്. ഒരു മഹാത്മാവിന്റെ പേരിൽ സത്യം ചെയ്യുമ്പോഴോ അദ്ദേഹം ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, സാക്ഷിയാണ് എന്ന വിശ്വാസത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ശൈഖുമാരോട് തേടിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് എല്ലാ ഘട്ടങ്ങളിലും വിളിച്ച് തേടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. وعدني من مريدي نهجك الأقوم ومن عبيدك عبدا طائعا ندوم بصر فؤادي صراطا أنت سالكه فالله أعطاكه وأنت مالكه ونجه من لظى فيها مهالكه سلطان كل ولي محي الدين. എല്ലാവരും വിളിച്ച് തേടുകയാണ്. ആരെ? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട്. എന്താ വിശ്വാസം? തേടുന്ന എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയും, എൻ്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും അറിയും, എന്നെ യഥാർത്ഥത്തിലുള്ള എല്ലാ റൂട്ടിലേക്കും അദ്ദേഹം നയിക്കും. അദ്ദേഹമാണ് എനിക്ക് സന്മാർഗത്തിലേക്ക് ദർശനം നൽകുന്നത്. കത്തിയാളുന്ന നരകം, മനുഷ്യന്റെ തലയോട്ടിയെ ഉരിച്ചു കളയുന്ന ലത എന്ന് പറയുന്ന നരകം, ആ നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മഹാനവറുകൾക്ക് കഴിയും. ഈ നിലക്ക് നരകവിമോചനത്തിന് വേണ്ടി, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, സന്മാർഗത്തിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എല്ലാം മഹാത്മാക്കളോട് തേടുന്നു. ആ ഒരർത്ഥത്തിൽ സമൂഹം മതപ്പതിച്ചു നീങ്ങുമ്പോൾ സമൂഹമേ മഹാത്മാക്കൾ എന്ന നിലക്കല്ലാതെ നിങ്ങൾ കാണരുത്, ആദരവൊരിക്കലും ആരാധനയായി പോകരുത് എന്ന് സമൂഹത്തോട് പഠിപ്പിക്കേണ്ടതിന് പകരം ഐക്യമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്നു. ഒരു നോട്ടീസ് നമ്മൾ കാണാനിടയായി. സഹോദരന്മാരെ, ഒരു നോട്ടീസ് ശ്രദ്ധയിൽപ്പെട്ടു. എന്താ? എല്ലാ ആളുകളും ഉണ്ട് ഇതില്, എല്ലാ ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിലുള്ള മുജാഹിദുകളല്ലാത്ത എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറെ സഖാഫിയുണ്ട്, അതുപോലെ തന്നെ സുല്ലമിമാരുണ്ട്, പല ആൾക്കാരുമുണ്ട്. എന്താ ഇവര് ഇത് സമർപ്പിക്കുന്നതാരാ? കണ്ണൂരിലെ SIO-കാരാ. കണ്ണൂരിലെ SIO-കാര് എന്താണ് സംഘടിപ്പിക്കുന്ന പരിപാടി? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചരിത്രത്തിലേക്ക് ഒരു അന്വേഷണം എന്നാണ്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന, അദ്ദേഹമാണ് ഈ കുത്തുബ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കൂടെ കൂടിക്കൊടുത്തുകൊണ്ട്, എന്നാൽ ഇത് സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് അതിനെക്കുറിച്ച് പറയാൻ ധൈര്യമില്ലാതെ, ഞങ്ങളും അതിൻ്റെ ആളുകളാണ്, ഇതിനെ എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തണം എന്ന നില സ്വീകരിച്ചുകൊണ്ട്
ഐക്യമുന്നണികൾ വരെ രൂപപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ ഒറ്റപ്പെടലിന്റെ നൊമ്പരം സഹോദര മുജാഹിദേ തോന്നുന്നുണ്ടോ? അത് തോന്നേണ്ടതില്ല. ആ ഒറ്റപ്പെടലിൽ ഒരു സുഖമുണ്ട്. കാരണം സത്യത്തിന്റെ പാതയിൽ അടിയുറച്ചു മുന്നേറുന്നു. സത്യം ആർക്കത്ര കയ്പുള്ളതാണെങ്കിലും ആ സത്യത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതേ ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ സത്യം പറയുന്നു എന്നതിൻ്റെ പേരിൽ ഒരുപക്ഷെ അവന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായേക്കാം. ഏത് ആരോപണങ്ങളും ഒരു മുജാഹിദ് സഹിക്കും. ഏത് ആരോപണങ്ങളും ഒരു മുജാഹിദ് സഹിക്കും. പക്ഷേ ഒരു മുജാഹിദിന് സഹിക്കാനാവാത്ത ഒരാരോപണമുണ്ട്. അവന്റെ ജീവൻ തന്നെയും അപകടപ്പെടുത്തിക്കൊണ്ടവൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് തൗഹീദിന്റെ കാവലാളായിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു മുവഹിദ്, അങ്ങനെയുള്ള ഒരു മുജാഹിദ്, ആ മുജാഹിദിനെ കുറിച്ചാണ് ഇപ്പൊ ചിലർ പറയുന്നത്. മുജാഹിദേ, നിന്റെ തൗഹീദ് പൊട്ടിപ്പോയി, നീ ശിർക്കിലേക്ക് പോയി, നീ ജിന്നൂരിയാണ്, നീ ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ്, ജിന്നെ കാക്കണേ എന്ന് പറയുന്നവരാണ്, ജിന്നിനോട് തേടുന്നവരാണ്. ആളുകൾക്കിടയിൽ ഇങ്ങനെ ക്യാമ്പയിൻ നടത്തുക. ആളുകളോട് പോയിട്ട് സ്വകാര്യമായും അല്ലാതെയും സ്ത്രീകളെയൊക്കെ കണ്ട് വീടുകളിൽ കയറി സ്ക്വാഡ് വർക്ക് നടത്തിയിട്ട് പറയാണ്, കേട്ടില്ലേ എന്താണ് അത്ഭുതം, സക്കരിയ സലാഹി അയാൾ ആകെ പഴച്ചു. കാരണം ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാ. ഒരു കുഴപ്പമില്ലാതിരുന്നു ആ ഹുസൈൻ സലഫി എന്ന ആൾക്ക്. അയാളും ഇപ്പൊ ഇങ്ങനെ പഴിച്ചിക്കണത്രേ. എന്തേ? അയാളും ജിന്നിനോട് തേടുന്നു അത്രേ. അയാളും ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വാദക്കാരനാണ് പോലും. സുബ്ഹാനല്ലാഹ്, പെരും കളവുകൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അടിച്ചു വിടുന്ന ഒരു കാലഘട്ടം. പടച്ച റബ്ബല്ലാത്ത ഒരാളെയും ഒരു സ്ഥലത്ത് വെച്ചും വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ എന്ന് കണിശമായി ലോകത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറെ ആളുകൾ ഏറ്റുനുണ പറഞ്ഞാൽ സമൂഹത്തിലെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചെങ്കിലോ എന്ന നിലക്ക് കൊല്ലങ്ങളോളമായി പലരും പറഞ്ഞു പയറ്റിയിട്ട് ആയുധമൊടിഞ്ഞു കിടന്നിരുന്ന ഒരു കാര്യത്തെ വീണ്ടും ജീവിപ്പിക്കാൻ ചില സഹോദരങ്ങൾ ശ്രമിക്കുന്നു എന്നത് എത്രമാത്രം സങ്കടകരമാണ്. ആലോചിച്ചു നോക്കൂ. ആരാ മുജാഹിദുകൾക്ക് നേരെ ഈ ശിർക്കിന്റെ ആരോപണം ആദ്യം കൊണ്ടുവന്നത് നിങ്ങൾക്കറിയോ? നമ്മുടെ മേൽ, മുജാഹിദുകളായ നമ്മുടെ മേൽ നിങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് ആദ്യം ആരാ തെളിവ് കൊണ്ടുവന്നത്? ആദ്യം ആരാണ് വാദിച്ചത്? നമ്മുടെ കേരളത്തിൽ നിന്നാണോ അതിന്റെ തുടക്കം? അതേ, നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങി. അതിനൊരു സാഹചര്യമുണ്ടായി. അതെന്താ? ഒരു സാഹചര്യമുണ്ടായി. മുജാഹിദുകൾ എല്ലാ സ്ഥലത്തും ലോകാടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങളോട് പറയും, ജനങ്ങളെ, സർവശക്തനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കപ്പെടാൻ തരപ്പെട്ടവൻ അവനല്ലാതെ മറ്റാരുമില്ല. മരിച്ചുപോയ മഹാത്മാക്കളോടും ആരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കണിശമായി നമ്മൾ പറയുമ്പോ അതിന് നിങ്ങൾക്ക് യാതൊരു തെളിവുമില്ല കൂട്ടരെ. പ്രമാണങ്ങളിൽ നിങ്ങളുടെ ശിർക്കിന് തെളിവില്ല. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിന് നിങ്ങൾക്ക് രേഖയില്ല എന്ന് ജനങ്ങളോട് സമൂഹത്തിൽ അതേ മുമ്പ് കാലത്ത് മുതൽക്ക് തന്നെ പണ്ഡിതന്മാര് പറഞ്ഞപ്പോൾ അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരതാ ഒരു തെളിവ് കൊണ്ടുവരുന്നു. ഞങ്ങളുടെ കയ്യിൽ അതാ ഹദീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഹദീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് തെളിവ്, ഞങ്ങളുടെ കയ്യിൽ ഹദീസുണ്ട്. അതാണ്, നിങ്ങളൊരു വിജനപ്രദേശത്ത് എത്തിപ്പെട്ടാൽ വിളിച്ചോ, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, എന്നെ നിങ്ങൾ സഹായിക്കണേ, ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുശക്തികൾ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോ തന്നെ നമ്മുടെ പണ്ഡിതന്മാര്, മുൻഗാമികളായ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, അവർ കൃത്യമായി അതിനെതിരെ ഊരുളക്കുപ്പേരി മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? 2 മറുപടിയാ കൊടുത്തത്. ഒന്നാമത്തെ മറുപടി, നിങ്ങൾ കൊണ്ടുവന്ന കോള് ബലമുള്ളതല്ല, നിങ്ങൾ ഉദ്ധരിച്ച സംഗതി തെളിവിന് കൊള്ളുന്നതല്ല, അത് ദുർബലമായ ഹദീസാണ്, അതുകൊണ്ട് അതിങ്ങോട്ട് പറയണ്ട, അതിങ്ങോട്ട് കൊണ്ടുവരണ്ട. പിന്നെ രണ്ടാമത് അവരൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി ഹദീസ് സഹീഹാണെന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മതിച്ചു തന്നാൽ തന്നെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശിർക്ക്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക്
ഈ ഹദീസ് എന്ന് പറയുന്ന ദുർബല ഹദീസിൽ ഒരു തെളിവുമില്ല. ഇതിൽ പറയുന്നത് ശരിയാണെന്ന് വന്നാൽ തന്നെയും ആ വിജനപ്രദേശത്ത് വെച്ച് വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് വല്ല മലക്കുണ്ടെങ്കിൽ മലക്ക് കേൾക്കട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേൾക്കട്ടെ. ദൂരെയുള്ള മലക്കോ, എവിടെ നിന്നും കേൾക്കുന്ന മലക്കോ, എവിടെ നിന്നും കാണുന്ന മലക്കോ അല്ല, ആ വിളിക്കുന്ന മനുഷ്യന്റെ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവര് കേൾക്കട്ടെ എന്ന് നനച്ചുകൊണ്ടുള്ള വിളിയാകുമ്പോൾ അതിൽ ശിർക്ക് വരുന്നില്ല, അഭൗതികത വരുന്നില്ല, പ്രാർത്ഥന വരുന്നില്ല എന്നങ്ങ് മറുപടി കൊടുത്തപ്പോൾ ആ കാലഘട്ടത്തിലെ കുബൂരികളെല്ലാം പത്തി മടക്കി താഴ്ത്തിയിരുന്നു. പിന്നെ മിണ്ടിയിട്ടില്ല. കേരളക്കരയിലും ഈ ചർച്ചകൾ വന്നു. കേരളത്തിലെയുള്ള കുബൂരികളും പണ്ട് അവരുടെ തലതൊട്ടപ്പന്മാര് പയറ്റി പരാജയപ്പെട്ട ഈ ദുർബലമായ ഹദീസ് കൊണ്ടുവന്നൊന്ന് പയറ്റി നോക്കാൻ ശ്രമിച്ചു. അങ്ങനെ പയറ്റി നോക്കാൻ ശ്രമിച്ചപ്പോൾ പയ്യോളിക്കാരൻ ഒരു മുസ്ലിയാരുടെ ഒരു വസ്വാസായിക്കൊണ്ട് മഹാനായ കെ ഉമർ മൗലവിയുടെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൽസബീൽ എന്ന് പറയുന്ന മാസികയിലേക്ക് 1970-കളിൽ ഒരു ചോദ്യം വന്നു. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. മഹാത്മാക്കളെയൊക്കെ വിളിച്ചു തേടാനും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്നാണ് ഒരു മുസ്ലിയാർ പറയുന്നത്. ആ ഹദീസ് ഇതാ, അയാൾ ഉദ്ധരിക്കുന്ന തെളിവിതാ. ഉമർ മൗലവി പുതിയതൊന്നും പറഞ്ഞില്ല. ഉമർ മൗലവി അതിന് ഉത്തരം എഴുതാൻ എന്ത് ചെയ്തു? പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. ആ വിദ്യാർത്ഥി എഴുതി കൊടുത്ത മറുപടി മൗലവി വായിച്ചു, ശരിവെച്ചു. അതങ്ങനെ തന്നെ സൽസബീലിൽ വന്നു. എന്താ അന്ന് വിദ്യാർത്ഥി എഴുതി കൊടുത്തത്? പണ്ട് പറഞ്ഞത് തന്നെ. പണ്ട് അറബ് ലോകത്തുള്ള കുബൂരികൾ തെളിവായി കൊണ്ടുവന്നപ്പോ അന്നുള്ള സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണോ മറുപടി കൊടുത്തത് അങ്ങനെ തന്നെ മറുപടി കൊടുത്തു. ഈ ഹദീസ് ദുർബലമാണ്, തെളിവിന് കൊള്ളില്ല. ഇനി വാദത്തിന് വേണ്ടി അത് സഹീഹാണെന്ന് സമ്മതിച്ചാൽ തന്നെയും അതിൽ ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രശ്നത്തിന്, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ, നിങ്ങളുടേതായ ശിർക്കൻ പ്രവർത്തനം, ഇതിൽ തെളിവില്ല. ജിന്നോ മലക്കോ അവിടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വരട്ടെ എന്നേ അതിലുള്ളൂ. അതുപോലും നമുക്ക് പാടില്ലാത്ത സംഗതിയാണ് എന്ന നിലക്ക് കൃത്യമായി ഉമർ മൗലവിയുടെ മറുപടി വന്നു. ആ സൽസബീലിൽ വന്നു. ഉമർ മൗലവി അതിനെ അംഗീകരിച്ചു. 71 കഴിഞ്ഞുപോയി. 2001 ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ചൊരു മുഖാമുഖം നടത്തിയപ്പോൾ അവിടെയും ആ സമൂഹത്തിലുള്ള ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഖുറാഫികൾ ഈ ഹദീസ് കൊണ്ടുവന്നു. ഇതേ മറുപടി നമുക്ക് പുതിയതൊന്നും പറയാൻ പാടില്ലല്ലോ. നമുക്ക് പുതിയതൊന്നും പറയാൻ നമ്മൾ ആരാ? പണ്ട് പഠിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞതല്ലാതെ പറയാൻ നാം ആര്? നമുക്കതിനെന്ത് യോഗ്യത? പ്രമാണമല്ലേ പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ, ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. 2001 മുഖാമുഖത്തിൽ അതേ മറുപടി കൊടുത്തു. 2004 വീണ്ടും ഈ പ്രശ്നം, അതേ നമുക്ക് വിഴുങ്ങാം, നിങ്ങളുടെ തൗഹീദ് ഞങ്ങൾ കാണിച്ചു തരാം, ശരിയാക്കി തരാമെന്ന നിലക്ക് ആയിരക്കണക്കിന് മുഖാമുഖം നടത്തി എന്ന് പറയുന്ന മുഖാമുഖ വീരന്മാരായ സഖാഫികൾ മണ്ണാർക്കാടന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാന്യനായ സക്കരിയ സലാഹിയുടെയും നമ്മുടെ പ്രവർത്തകന്മാരുടെയും മുമ്പിലെത്തി. മണ്ണാർക്കാട് സംവാദത്തിന് വലിയ കോള് എന്ന നിലക്ക്, വമ്പൻ ആയുധം എന്ന നിലക്ക് ഇത് പ്രയോഗിച്ചു നോക്കി. വളരെ ഈസിയായി നമ്മുടെ സലാഹി അവിടെയും മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? പണ്ട് അറബ് ലോകത്ത് സൈനി ദഹ്ലാൻ എന്ന ഖുറാഫി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, അറബ് ലോകത്തെ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി, 1971 സെൽസബീലിൽ വന്ന മറുപടി, 2001 ഈ ഉള്ളവനും പറഞ്ഞതുപോലെയുള്ള മറുപടി, 2004 ആ പ്രത്യേകമായ സംവാദത്തിൽ മണ്ണാർക്കാട് വെച്ച് കൃത്യമായി തന്നെ പറഞ്ഞു, ദുർബലമാണ്, ഇത് സ്വീകാര്യമല്ല. ഇനി ഹദീസ് സഹിയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ശിർക്കൻ പ്രവർത്തനത്തിനും ഇസ്തിഗാസക്കും അതിൽ തെളിവേയില്ല. സർവ്വ സഖാഫിമാരും വാല് മടക്കി മിണ്ടിയില. പിന്നെ ഇതും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് ആരാന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരികൾ എന്ന് പറയുന്ന ആളുകൾ. അവര് പറഞ്ഞു മുജാഹിദുകൾ. ആരാ മുജാഹിദുകൾ? AP ഭാഗം മുജാഹിദുകൾ. ആരാ AP ഭാഗം? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന മുജാഹിദുകൾ. ആ മുജാഹിദുകളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു പത്രത്തിൽ, അഥവാ സെൻസിംഗിൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മടവൂരികളുടെ പണ്ഡിതനായ സുല്ലമി, അദ്ദേഹം ഈ പത്രക്കാർക്ക് പോയിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തു.
ആ ഇന്റർവ്യൂ ലേഖനമായിക്കൊണ്ട് ബോക്സ് ന്യൂസായി ഉള്ളിൽ കൊടുക്കുകയും കവർ ചിത്രമായിക്കൊണ്ട് കവർ സ്റ്റോറി ആയിക്കൊണ്ട് കവറിൽ തന്നെ കൊടുത്തതെന്താണെന്നറിയോ? മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. കേരളം മുഴുവൻ ഞെട്ടി, നമ്മളെല്ലാവരും ഞെട്ടി. നമ്മുടെ പേര് ശിർക്ക് ആരോപിച്ചിരിക്കുന്നു, നമ്മള് ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം ആ സെൻസിംഗിൽ വന്നു. അതുപോലെ തന്നെ കേരളത്തിൽ പല രൂപത്തിലുള്ള വീണ്ടും വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് വസ്വാസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പല മുസ്ലിയാക്കന്മാരും പലയിടങ്ങളിലുമായി കൊണ്ട് ഉദ്ധരിച്ചു നടന്നു. അതിൻ്റെ ഇടക്കാണ് 2007 ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം വരുന്നത്. ജനപ്രദേശവും പകൽ വെളിച്ചവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരികൾ ഞാനത് ആവർത്തിക്കുന്നില്ല. അതും കൂടി കിട്ടിയപ്പോൾ കേരളത്തിലെ ഖുബൂരികളും അതുപോലെ തന്നെ മടവൂർ വിഭാഗത്തിലെ ആളുകളും കേരളം മുഴുവൻ മൈക്ക് കെട്ടിക്കൊണ്ടവർ പറഞ്ഞു, മൗലവി ഭാഗം ഇതാ മുശ്രിക്കുകളായി പോയിരിക്കുന്നു. ഇവര് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നു. അതിനുയർത്തി കാണിച്ചത് ഈ ഇസ്ലാഹ് മാസികയായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഇതിങ്ങനെ വലിയ ചർച്ചയാക്കി. എല്ലാവരും അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതാത്തത്